ആരന്തുനിയ വിമ്മം ചുറ്റിക്കറങ്ങി നടക്കണം. എനിക്ക് എന്താണ് ഈ നാക്കും ഒരു യാത്രാ ബ്ലോഗ് തുടങ്ങിയാലെന്ന് പലരും നമ്മളോട് ചോദിച്ചതാണ്. അപ്പോഴൊക്കെ നമ്മൾ വലിയ ഡിമാൻഡ് എടുത്തു. ഏതായാലും കരയൻ പട്ടയൻ റോട്ടിൽ കത്രയും പട്ടണ എന്തിനാ ആ റോഡ് ഞാൻ നേർക്ക് നോക്കിയതുമില്ല. മൗത്ത് എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരാണ് വന്ന് ചിമ്മി തുറന്ന കണ്ണാണെന്നുണ്ടെങ്കിൽ അടഞ്ഞിരിക്കണോണ്ട് എനിക്കാണ് കിട്ടണില്ല കണ്ണിൻ്റെ നേർക്ക്. ഏതായാലും ഒച്ചപ്പാടായിട്ട് കണ്ട് ബാക്ക് പോയി കിടന്നു നോക്കിയപ്പോഴാണ് ഇത് വരുന്നത്. യാ റഹ്മാനേ, ഇവളാണെന്നുണ്ടെങ്കിലും വേക്കിൽ 30 ദിവസം കണ്ട് ഓളെ ആട്ടി വിട്ട് ജന്ത പടക്കണെന്ന്. അല്ല അതെന്നാണ് ഓള് വേണ്ട പോയി. ഇവൾക്ക് ഇന്നോട് എന്തോ ഞാൻ കെട്ടിത്തീർത്ത പെണ്ണാണെന്ന് മാതിരി ഓളിന്നോടും കണ്ടിട്ട് കാണാത്ത മാതിരി അങ്ങനെ ഒരു പോക്കും. ട്രെയിനിലെ വണ്ടിപ്പാഞ്ഞ് അടക്കണീൻ്റെ അടിയിൽ കൂടി കണ്ട് മാവക്കാരനെ കാണണം. മാവ ഏത് മാവ? മഞ്ഞപ്പൊടി ഇട്ട മാവ. പലജാതി മാവ നമ്മൾ കണ്ടിക്കണമെന്നുണ്ടെങ്കിൽ ഇജാതി മാവ ആദ്യമായിട്ട് കാണുകയാണ്. മഞ്ഞപ്പൊടി ഇട്ട് കണ്ടുള്ള മാവായി കഴിഞ്ഞാൽ ശരീരത്തിലെ വിഷങ്ങളൊക്കെ മഞ്ഞപ്പൊടി വലിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല എനർജി മാത്രം കിട്ടുമല്ലേ. ഏത് വൈബ്? മാവ വൈബ്. ഇരുമ്പോനെ ഇളക്കാൻ വേണ്ടിയിട്ട് പല കോലത്തിലെ പെൺകുട്ടികൾ നോക്കുന്നുണ്ട്. അതൊന്നും ചെക്കനെ ബാധിക്കുന്നില്ല. ചെക്ക ഒരേ ആറ്റിറ്റ്യൂഡ് ഇട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. സംഗതി വേറെ ഒന്നുണ്ട്. ഓൻ്റെ അടുത്ത് ഇങ്ങനെ പോയി നിന്നപ്പോഴാണ് ഓൻ്റെ മുഖത്തുനിന്ന് വിസർപ്പ് വരെ വരണില്ല എന്നുള്ളതോട് എനിക്ക് മനസ്സിലായത്. ഏതായാലും ചെക്കൻ പൊളിയാണിട്ടണ്ണി. 1.5 മണിക്കൂർ ഈ നിർത്തം നിൽക്കണം എന്നുണ്ടെങ്കിൽ എന്തായാലും ആലുഗോബി മസാല ഒന്നും നിന്നില്ല എന്നുള്ളത് ഉറപ്പായി. ഫ്രഞ്ച് ഫ്രൈസ് തൊടലേ ഇല്ല. കാരണം എന്താ വെച്ചാൽ 1.5 മണിക്കൂർ വരെ നിർത്തം നിൽക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ പൊട്ടിൻ ചെറു മാറപ്പൊക്കെ കേൾക്കേണ്ടതല്ലേ, മണക്കേണ്ടതല്ലേ. ഇതൊന്നും ഓൻ്റെ ഭാഗത്തുനിന്ന് വരുന്നില്ല. അപ്പം സംഗതി അതന്നെ. ആല് തിന്നലില്ല. ആല് തിന്നാത്ത ഇന്ത്യക്കാരനെ ആദ്യമായി കണ്ടൊരാവേശത്തിലാണ് ഞാനുള്ളത്. വിദ്യാർത്ഥി യാത്രാ ബ്ലോഗ് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഫോളോ അടിച്ച് കൂടെ കൂടിക്കോളി. കാരണം എന്താ വെച്ചാൽ നമ്മളെ മെയിനെ കൊണ്ട് അടിച്ചു പോയി ഗായ്സ് എത്തവളെ.